5-ാം മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയാൻ സാധിച്ചു. 3-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ സെർവിക്സ് 4.7 ഉണ്ടായിരുന്നിടത്ത് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കണ്ടത് 1.6 മാത്രമാണ്. അത് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേജായിരുന്നു. കാരണം കൂടുതൽ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലുണ്ടായതുപോലെ പ്രിമച്ചറായിട്ടൊരു ബേബിയെ ഞങ്ങൾക്ക് കിട്ടാനാണ് സാധ്യതയെന്ന് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഉടമ്പടി സമയത്ത് എനിക്ക് ലഭിച്ച കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ റൂമിൽ വെച്ച് ഞാൻ ആ കാശ് രൂപ എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം ജൂബിലി ഹോസ്പിറ്റലിൽ മാലാഖ എന്ന് വേണമെങ്കിൽ പറയാം, ഡോക്ടർ മേരിക്കുട്ടി അത് കാണാനിടയായി. എന്നോട് ചോദിച്ചു, ഇത് കൃപാസനത്തിലെ ലോക്കറ്റാണോ? ഞാൻ പറഞ്ഞു, അതെ ഡോക്ടറെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കൃപാസനത്തിൽ പോയിട്ട് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാമെന്ന് പറയും, തമ്പുരാൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നെ തരുമെന്ന് ഡോക്ടർ പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. എൻ്റെ പേര് ശ്രീകുമാർ ജോൺസൺ. ഞാൻ തിരുവനന്തപുരം പൊഴിയൂരിൽ നിന്നാണ് വരുന്നത്. 2022 ഡിസംബർ 3-ാം തീയതി ഞാനൊരു ഉടമ്പടി എടുത്തിരുന്നു ഇവിടെ. 2010 എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. 2014 ഞങ്ങൾക്കൊരു മകൻ ജനിച്ചു. 3 വയസ്സുള്ളപ്പോൾ ലുക്മിയ ബാധിച്ച് മകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം 2019 എൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി. 3-ാമത്തെ മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോഴാണ് അറിയുന്നത് സെർവിക്സ് ലെങ്ത്ത് കുറവാണ്, സ്റ്റിച്ച് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരം ക്രെഡൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും സ്റ്റിച്ച് ഇടുകയും ചെയ്തു. റെസ്റ്റിന് ശേഷം 5-ാം മാസത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് അറിഞ്ഞത് സെർവിക്സ് ഓപ്പൺ ആവുകയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അഡ്മിറ്റ് ആവുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എമർജൻസിയായി CCUയിൽ അഡ്മിറ്റ് ചെയ്തു. 22 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ബട്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞിനെയും ലഭിച്ചില്ല. പ്രിമച്ചറായിട്ട് കുട്ടി ജനിക്കുകയും ഞങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തു. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. വർഷങ്ങൾ കടന്നു പോകുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഞാനങ്ങനെ എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. 2022 ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഞാൻ നാട്ടിലേക്ക് വന്നു. 1 മാസമായിട്ട് യാതൊരു റിസൾട്ടും കാണാതായപ്പോൾ ഞങ്ങളൊരു ഡോക്ടറെ സമീപിച്ചു, ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചു. അങ്ങനെ എൻ്റെ വൈഫിന് ചെക്കപ്പ് നടത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് ചെക്കപ്പ് ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. അങ്ങനെ എൻ്റെ സ്പേം കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ മോട്ടിവേഷൻ തീരെയില്ല, 0.5 മാത്രമേ ഉള്ളൂ. പ്രഗ്നൻസിക്ക് യാതൊരു ചാൻസും ഇല്ല. ഞങ്ങൾ വളരെ നിരാശരായി. കാരണം 3 മാസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്കുള്ള സാധ്യതയുള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ആഴ്ചയിൽ തന്നെ ഞാനും എൻ്റെ വൈഫും കൂടെ എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ പോയി. അവൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു. അവരുടെ കുടുംബ പ്രാർത്ഥനയ്ക്കൊപ്പം ഞങ്ങളും അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഇവിടുന്ന് കൊടുത്ത കാശ് രൂപം എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വയറ്റിൽ വെച്ചു, പ്രാർത്ഥിച്ചു. തിരികെ വീട്ടിലേക്ക് പോയി. കറക്റ്റ് ആ ഒരു വീക്കെൻഡ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഇടയായി. എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ കുഞ്ഞിൻ്റെയും അമ്മയുടെ ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 3-ാം മാസം ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മുന്നത്തെ പോലെ തന്നെ സെർവിക്സിന് സ്റ്റിച്ച് ഇടേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ സെർവിക്സിന് സ്റ്റിച്ചിട്ടു. വീട്ടിൽ ബെഡ് റെസ്റ്റ് ആയിരുന്നു. യാതൊരു കുഴപ്പമില്ല. ഞങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഉടമ്പടി തൈല ഉദരത്തിൽ പുരട്ടും. മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കും. കണ്ടിന്യൂ ആയിട്ട് ജപമാല ഞങ്ങളുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു കുഴപ്പമില്ല. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത്. 5-ാം മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ സ്കാനിങ് കഴിഞ്ഞപ്പോൾ വീണ്ടും അറിയാൻ സാധിച്ചു. 3-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ സെർവിക്സ് 4.7 ഉണ്ടായിരുന്നിടത്ത് 5-ാം മാസത്തെ സ്കാനിങ്ങിൽ കണ്ടത് 1.6 മാത്രമാണ്. അത് വളരെയേറെ നെഗറ്റീവായിട്ടുള്ള ഒരു സ്റ്റേജായിരുന്നു. കാരണം കൂടുതൽ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലുണ്ടായതുപോലെ
പ്രിമച്ചറായിട്ടൊരു ബേബിയെ ഞങ്ങൾക്ക് കിട്ടാനാണ് സാധ്യതയെന്ന് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഉടമ്പടി സമയത്ത് എനിക്ക് ലഭിച്ച കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ റൂമിൽ വെച്ച് ഞാൻ ആ കാശ് രൂപ എൻ്റെ ഭാര്യയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരം ജൂബിലി ഹോസ്പിറ്റലിൽ മാലാഖ എന്ന് വേണമെങ്കിൽ പറയാം, ഡോക്ടർ മേരിക്കുട്ടി അത് കാണാനിടയായി. എന്നോട് ചോദിച്ചു, ഇത് കൃപാസനത്തിലെ ലോക്കറ്റാണോ? ഞാൻ പറഞ്ഞു, അതെ ഡോക്ടറെ. നിങ്ങളൊരു കാര്യം ചെയ്യ്, കൃപാസനത്തിൽ പോയിട്ട് കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയാമെന്ന് പറയും, തമ്പുരാൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നെ തരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം അതായത് കൺസൾട്ട് ചെയ്ത് അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ സെർവിക്സിൽ ഇടണം എന്ന് ഡോക്ടർ തീരുമാനിച്ചു. അതിനായിട്ട് ഞങ്ങളെ റൂമിലോട്ട് മാറ്റി. എൻ്റെ വൈഫിന് അടുത്ത ദിവസം തന്നെ സർജറിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സകല ക്രമീകരണങ്ങളും നടത്തി. സർജിക്കൽ മെഡിസിന് എല്ലാത്തിൻ്റെയും ബില്ല് ഞാൻ പേ ചെയ്തു. ആകെ തളർന്ന് വളരെ വേദനയോടുകൂടി ഞങ്ങൾ റൂമിലിരുന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കാശ് രൂപം ഉദരത്തിൽ വെച്ച് മാതാവിൻ്റെ തൈലം ഉദരത്തിൽ പുരട്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രാർത്ഥന പൂർത്തീകരിച്ചില്ല. ആ സമയത്ത് ഞങ്ങൾ റൂമിൻ്റെ ഡോറിലൊരു തട്ട് കേട്ടു. ഞാനങ്ങനെ എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നപ്പോൾ ഡോക്ടർ വന്ന് നിൽക്കുകയാണ്. ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, തൽക്കാലത്തേക്ക് 2-3 ദിവസം കഴിഞ്ഞു മതി നമുക്ക് സർജറി, ഇപ്പം നിങ്ങൾ സമാധാനമായിട്ടിരിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ 2023 മാർച്ച് മാസം 20-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഞങ്ങൾ 2023 ജൂലൈ 6-ാം തീയതി എൻ്റെ വൈഫിൻ്റെ സിസേറിയൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തമ്പുരാൻ തന്നു. ഒരു മോളെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് 40 ദിവസമായി. മോൾക്ക് ഞങ്ങൾ ഡിവൈൻ ഗ്രേസ് എന്ന് പേരിട്ടു. അപ്പോൾ ഈ 1.6-ൻ്റെ അകത്ത് ആ സർവീസിങ്ങിൻ്റെ അകത്ത് 4.1 kg ഉള്ളൊരു കുഞ്ഞായിരുന്നു ഇരുന്നത്. അത് ഡോക്ടറിനെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ടേണിംഗ് പോയിൻ്റാണിത്. ദൈവനാമത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ ഒരു അനുഗ്രഹത്തിന് ഇത്രയും പേരുടെ മുന്നിൽ വന്ന് പറയാനുമായിട്ട് ദൈവം തന്ന ഈ നല്ലൊരു അവസരത്തിനായിട്ട് ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയുകയാണ്, മാതാവിനോട് വന്ന് നമ്മൾ അപേക്ഷിക്കുന്ന ഓരോ കാര്യവും നമുക്കൊപ്പം നിന്ന് സ്നേഹത്തോടുകൂടി ശാന്തമായിട്ട് ലാളനയോടുകൂടി ചെയ്തു തരുന്ന ഒരു മാതാവിൻ്റെ മുമ്പിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനിത് പറയുകയാണ്. ഞങ്ങൾക്ക് അനുഗ്രഹം തന്ന മാതാവിനും അതിനൊപ്പം ചേർന്ന സ്വർഗത്തിലെ ദൈവത്തിനും ഞങ്ങൾ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു.